എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ മറയാക്കി സീറോ മലബാർ സഭയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനുള്ള വിമത നീക്കത്തിന് കനത്ത തിരിച്ചടി. നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി വത്തിക്കാനെയും സീറോ മലബാർ സഭയെയും സിനഡിനെയും ആരോപണങ്ങളിലൂടെ അവഹേളിക്കുന്ന വിമതരുടെ കുതന്ത്രങ്ങളുടെ അവസാനത്തെ ഉദാഹരണമായിരുന്നു പീഡാനുഭവ വെള്ളി അടുത്തപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കുരിശിന്റെ വഴി നിരോധിച്ചെന്ന വ്യാജ പ്രചാരണം. കഴിഞ്ഞ വർഷത്തെ പീഡാനുഭവ കാലത്ത് ചങ്ങനാശ്ശേരിയിലും പാലായിലും കുരിശിന്റെ വഴി നിരോധിച്ചെന്ന കുപ്രചാരണവും വിമതർ അഴിച്ചുവിട്ടിരുന്നു. അസത്യങ്ങളും തെറ്റിദ്ധാരണയും പ്രചരിപ്പിച്ച് സഭാംഗങ്ങളെ വിരുദ്ധ ചേരിയിലാക്കി വിദ്വേഷം വളർത്താൻ വിമതർ എന്നും സമൂഹ മാധ്യമങ്ങളെയാണ് ആശ്രയിക്കുന്നത്. സഭയിലെ കുർബാന ഏകീകരണത്തെ എതിർക്കുകയും വിദ്വേഷ പ്രചാരണത്തിലൂടെ സഭയെ ഭിന്നിപ്പിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യുന്ന വിമതരാണ് ഇപ്പോഴത്തെ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിലും. വിമതരുടെ വ്യാജ പ്രചാരണത്തിനെതിരെ കാഞ്ഞിരപ്പള്ളി രൂപത തന്നെ വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. വ്യാജ പ്രചാരണത്തിലൂടെ ഭിന്നത സൃഷ്ടിക്കരുതെന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പത്രക്കുറിപ്പ് ഇങ്ങനെ: കാഞ്ഞിരപ്പള്ളി രൂപതയിൽ സ്ലീവാപാത നിരോധിച്ചുവെന്ന വ്യാജ പ്രചാരണത്തിലൂടെ രൂപത അധ്യക്ഷനെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്നതായി അറിയുന്നു. വിശുദ്ധവാരത്തോടനുബന്ധിച്ച് രൂപത അധ്യക്ഷന്റെ നിർദ്ദേശമനുസരിച്ച് രൂപത പ്രോട്ടോസിഞ്ചല്ലൂസ് വൈദികർക്കായി നൽകിയ ഓർമ്മപ്പെടുത്തലുകളെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളോടും സിനഡ് നിർദ്ദേശങ്ങളോടും ചേർന്ന് ആരാധനാക്രമത്തിന്റെ തലവനെന്ന നിലയിൽ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രൂപതയിൽ ദൈവാരാധന പൂർണ്ണതയിൽ നടത്തപ്പെടുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുവാൻ രൂപത അധ്യക്ഷന് കടമയുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതാംഗങ്ങളായ എല്ലാവർക്കും അറിവുള്ളതുപോലെ വലിയ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ പൊതുവായി കുരിശിന്റെ വഴി നടത്തുന്ന നല്ല പതിവ് നാളുകളായി രൂപതയിലെ എല്ലാ പള്ളികളിലും നിലനിൽക്കുന്നുണ്ട്. കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള വിശുദ്ധവാര കർമ്മങ്ങൾ അർത്ഥവത്തും പ്രാർത്ഥനാപൂർവകവുമായി നടത്തുന്നതിനു വേണ്ടി അവയുടെ ചൈതന്യത്തിന് വിഘാതമാകുന്ന നാടകീയ ആവിഷ്കാരങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് നൽകപ്പെട്ടത്. അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളിലൂടെ ദൈവജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഗൂഢശ്രമങ്ങളെ സഭാസമൂഹം തീർച്ചയായും തിരിച്ചറിയും. ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം നിറഞ്ഞ വിശുദ്ധവാരത്തിൽ പോലും സ്വാർത്ഥ ലക്ഷ്യത്തോടെ അസത്യ പ്രചാരണങ്ങൾ നടത്തി രൂപതാധ്യക്ഷനെയും രൂപതയെയും അധിക്ഷേപിക്കുന്നത് തികച്ചും ഖേദകരമാണ്. തെറ്റിദ്ധാരണ പരത്തി സഭയിൽ ഭിന്നതയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നവർ ഈ വിധത്തിലുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമെന്ന് കരുതുന്നു.